ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ US ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ്. ഒരു ഓൾമോസ്റ്റ് ഒരു -30 ആണ് ഫീൽസ് ലൈക്ക്. നല്ല തണുപ്പുണ്ട്. ഞങ്ങൾ ജാക്കറ്റ്സും ബൂട്ട്സും എല്ലാം ഇട്ട് റെഡി ആവുകയാണ്. ഞങ്ങൾ US മൊത്തം കറങ്ങാൻ പോണത് ബസ്സിലാണ്. അതുകൊണ്ട് ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. ഓൾമോസ്റ്റ് ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളും എല്ലാം ഞങ്ങളെടുത്ത് ലൂക്കാച്ചൻ്റെ സ്ട്രോളറിലാണ് അടിച്ചേറ്റിയത്. അതാകുമ്പോൾ മാക്സിമം ലഗേജ് അല്ലെങ്കിൽ ക്യാരി ചെയ്യണ്ട എന്നുള്ളൊരു പ്ലാനിലാണ്. ബസ് കയറാൻ നിൽക്കുന്ന ദിശ അറിയാത്ത സുഹൃത്തുക്കൾ. നമ്മുടെ ഇന്നത്തെ ജേണി മൊത്തം ബസ്സിലാണ്. അയ്യോ, സബ്വേയിൽ കയറും ഗൈസ്. ബസ്സിൽ കയറി ഭയങ്കര ഗ്ലാമർ ആയതുകൊണ്ട് തണുപ്പൊന്നും മൂക്കൊക്കെ ബ്ലഷിന്റെ സ്വന്തം നാടായ കാനഡയിൽ പോലും വഴി അറിയാത്ത ന്യൂയോർക്കിൽ വന്നിട്ട് തന്നെ നടന്ന് കണ്ടുപിടിക്കുകയാണ്. സബ്വേന്ന് ഇറങ്ങി ഞാൻ ഈശ്വരും കൂടെ പുറത്ത് നടന്നപ്പോഴേക്കും ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയി. പിന്നെ എങ്ങനെയൊക്കെയോ ആഷിക്കിൻ്റെയും തെക്കൻ്റെയും അടുത്തേക്ക് ഞങ്ങൾക്ക് എത്താൻ പറ്റി. ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ മിസ്സായി പോയേനെ ഒബ്വിയസ്ലി. നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ എംപയർ സ്റ്റേറ്റ് ആണ്. ഇത് ന്യൂയോർക്കിലെ ഒരു ഐക്കോണിക് സ്കൈ സ്കേപ്പറാണ്. 1931 ഇത് ബിൽഡ് ചെയ്തതും ആ ഒരു ടൈമിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ ബിൽഡിങ് ഇതായിരുന്നു. ഇവിടെ കുരിശില്ലല്ലോ, നാട്ടിലൊക്കെ കല്യാടുമ്പോ കുരിശ് വെച്ചിട്ടുണ്ടല്ലോ. നമുക്ക് ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എൻറ്റയർ ന്യൂയോർക്ക് സിറ്റി കാണാം. 86th ഫ്ലോറിലാണ് ഒബ്സർവേഷൻ ഡെക്ക് ഉള്ളത്. അപ്പോൾ നമ്മൾ ലിഫ്റ്റിൽ കയറിയപ്പോൾ അതിൻ്റെ ടോപ്പിൽ ലൈക്ക് എന്താ പറയുക, അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ഡെമോ ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇത്രയും ഹൈറ്റിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഈ വലിയ വലിയ ബിൽഡിങ്സൊക്കെ ഭയങ്കര ടൈനി സ്മോൾ മാച്ച് ബോക്സ് പോലെയുണ്ട്. ഇത് ഇൻഡോർ അല്ലാണ്ട് നമുക്ക് പുറത്തുനിന്ന് ഒരു പോയിൻ്റ് കൂടി ഉണ്ട് ഇത് കാണാനായിട്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മേ എന്തൊരു തണുപ്പായിരുന്നെന്ന് അറിയാമോ. നമ്മൾ താഴെ ഫീൽ ചെയ്യണേക്കാളും ഇരട്ടി തണുപ്പും അതുപോലെ തന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഓൾമോസ്റ്റ് ഒരു ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് അടുത്ത ലൊക്കേഷനിലേക്ക് നടക്കണതിൻ്റെ ഇടയിൽ ഒരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പം നമ്മളവിടെ ഫുഡ് കഴിക്കാൻ കയറി. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലൊക്കേഷനായിരുന്നേ. നമ്മുടെ മറ്റേ കിങ് ലെയർ മൂവിയില്ലേ, അതിൽ മഡോണ ചോദിക്കണില്ലേ ഈ ഗാന്ധിജിയുടെ കൂടെ എങ്ങനെയാണ് ഫോട്ടോ എടുത്തതെന്ന് ചോദിക്കുമ്പോൾ ദിലീപ് പറയണില്ലേ മാഡം ടുസാറ്റ്സ് വാക്സ് മ്യൂസിയം ലണ്ടൻ. പക്ഷെ നമ്മൾ ഇന്ന് കാണാൻ വന്നേക്കുന്നത് ന്യൂയോർക്ക് ഉള്ളതാണ്. ഇവിടെ നമുക്ക് ഗാന്ധിജി അപ്പൂപ്പനെയും ഐശ്വര്യ റായിനെയും പിന്നെ അമിതാഭ് ബച്ചനും ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ലണ്ടനിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഫൺ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഫ്ലോറിൽ പിയാനോ, അപ്പോൾ നമുക്ക് ഓടിയും ചാടിയും നടക്കാം. അതുപോലെ തന്നെ സ്റ്റാച്യൂസ്, നമുക്ക് നിന്ന് ആൾക്കാരെ സ്കെയർ ചെയ്യണമെങ്കിൽ അവിടെ ഒളിച്ച് വെക്കാം. പിന്നെ അനബെല്ല റൂം ഉണ്ടായിരുന്നു. ചിലതൊക്കെ കണ്ട റിയൽ ആണോ എന്ന് തന്നെ തോന്നും. നമ്മൾ റൂമിലേക്ക് കയറി വന്നപ്പോഴേ ഇതുപോലെയൊക്കെയാണ് അവസ്ഥ. റൊണാൾഡോൻ്റെ പണ്ടത്തെ ഒരു ഫേമസ് ജമ്പില്ലേ, അതൊന്ന് ചാടി നോക്കിയതാണ്. പക്ഷെ ഒത്തില്ല, സാരമില്ല കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോഴേക്കും ഓൾമോസ്റ്റ് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈവനിങ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. വിൻ്റർ ആയതുകൊണ്ട് നേരത്തെ ഇരുട്ടാവുമല്ലോ. പക്ഷെ ഭയങ്കര ക്രൗഡായിരുന്നു. നമ്മൾ ടൈം സ്ക്വയർ കാണാൻ പോയതാ. പക്ഷെ ഒരു പൂരത്തിനുള്ള ആളെന്ന് പറയില്ലേ, അത്രയും ആൾക്കാരാണ്. ഇവർക്കൊന്നും തണുക്കണില്ലേ എന്നാണ് ഞാൻ വിചാരിക്കണേ. എൻ്റെ പൊന്നി, ഇത്രയും തിരക്ക് ഞാൻ ചാലക്കുടി പെരുന്നാൾക്കല്ലാതെ വേറെ കണ്ടിട്ടില്ല. എന്താണ് പറയാനുള്ളത്? തണുപ്പ് കൊണ്ടാണോ അതോ ഇത്രയും ക്രൗഡ് കണ്ടിട്ടാണോ എന്താണെന്ന് അറിയില്ല.
ഞങ്ങളെല്ലാവരും ഭയങ്കര ടയർഡായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരു ലൊക്കേഷൻ കൂടെ കവർ ചെയ്യാനുണ്ടായിരുന്നു, റോക്കഫെല്ലർ സെൻറ്റർ ട്രീ. ഹോം അലോൺ മൂവിയിലെ പാർട്ട് 2-ൽ ഈ ട്രീ കാണിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ക്രിസ്മസ് ടൈമിൽ ഈ ട്രീ കൊണ്ടുവന്ന് സിറ്റിക്കാർ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യണതും അത് ലൈറ്റപ്പ് ചെയ്യണതൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ള വീഡിയോ. എല്ലാ ക്രിസ്മസ് ടൈമിലും ഇത് ഉണ്ടാവാറുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കത്തീഡ്രൽ പള്ളി ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെയും കൂടെ കയറാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് അവിടെ കയറാൻ പറ്റിയില്ല. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളെല്ലാവരും ഭയങ്കര ടയർഡായിപ്പോയി. അപ്പം നമ്മൾ നമ്മുടെ എയർബിഎൻബിയിലേക്ക് റിട്ടേൺ ചെയ്യാണ്. ആഷിക്കിൻ്റെ ഒക്കെ മുഖം കണ്ടാ ഉറങ്ങി ചത്ത്, അത്രയും ടയർഡായിപ്പോയി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.